നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് ദുരന്തത്തിൽ നിരവധി മലയാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് പ്രവാസ ലോകം. അതിനിടെ ഖത്തറിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി യുവാക്കൾ മരണപ്പെട്ട വാർത്ത കൂടി പുറത്തു വരികയാണ്. തൃശൂർ സ്വദേശികളാണ് മരണപ്പെട്ട 2 പേരും. തൃശൂർ വടക്കേക്കാട് ഞമനേങ്ങാട് സ്വദേശി മച്ചിങ്ങൽ മുഹമ്മദ് ത്വയ്ബ് ഹംസ 21 വയസ്സ്, തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി മുഹമ്മദ് ഹബീൽ 22 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മാൾ ഓഫ് ഖത്തറിന് സമീപം ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. 2 പേരും തൽക്ഷണം മരണപ്പെട്ടിരുന്നു. പെരുന്നാൾ ഡ്രസ്സ് വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മരിച്ച മുഹമ്മദ് ത്വയ്ബ് ഹംസ ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിലാണ് ജോലി ചെയ്യുന്നത്. പിതാവ് ഹംസ ഖത്തർ ഐഡിയ സ്കൂൾ ജീവനക്കാരനാണ്. അഹമ്മദ് ഹബീൽ ഖത്തറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഹമദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം കുവൈറ്റ് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന മലയാളികളെല്ലാം അപകടനില തരണം ചെയ്തു. 14 മലയാളികളടക്കം 31 ഇന്ത്യക്കാരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ള 14 മലയാളികളും അപകടനില തരണം ചെയ്തുവെന്ന പുതിയ വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 14 മലയാളികളിൽ 13 പേരും നിലവിൽ വാർഡുകളിലാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരുടെയും നില ഗുരുതരമല്ല. ഒരാൾ മാത്രമാണ് ICUവിൽ തുടരുന്നത്. അൽ അദാൻ, മുബാറക് അൽ കബീർ, അൽ ജാബർ, ജഹ്റ ഹോസ്പിറ്റൽ, ഫർവാനിയ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ചികിത്സയിൽ കഴിയുന്നത്. മൊത്തം 31 ഇന്ത്യക്കാരാണ് ചികിത്സയിലുള്ളത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളിൽ 11 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ 12 പേർക്കാണ് ജന്മനാട് വിട നൽകിയത്. കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ആകെ 49 പേരുടെ ജീവനാണ് നഷ്ടമായത്. ചില മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞതിനാൽ അവ തിരിച്ചറിയാൻ പോലും കഴിയാതെ ഫോറൻസിക് പരിശോധനകൾക്ക് കാത്തുകിടക്കുകയാണ്. വെള്ളിയാഴ്ച ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരിൽ എഞ്ചിനീയർമാർ, ഡ്രൈവർമാർ, സൂപ്പർവൈസർമാർ, മറ്റ് പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.